എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2019 ആണ്. 19 മോഡലാണ്. G4 ആണ് ഓപ്ഷൻ വരുന്നത്. 1.29 ഓട്ടം. ജെനുവിൻ ഓട്ടോ ആണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ് മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ അല്ലെ? സെക്കൻഡ് RC-ലാണ് വരുന്നത്. ബോണറ്റ് ഡിക്ക് ഒന്നും റീപ്ലേസ് ഇല്ല. അങ്ങനെയുള്ള വണ്ടികൾ ചെയ്യലില്ല. അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ മാക്സിമം ഇവിടെ ചെയ്യാറ് ബമ്പർ കാര്യങ്ങൾ അങ്ങനത്തെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ വരുന്ന 95% വെഹിക്കിൾസിനും മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റീപ്ലേസ്മെന്റ് നമ്മൾ എടുക്കുന്നത്. അത് പിന്നെ പ്രേക്ഷകർക്ക് അറിയാം മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. തീർച്ചയായിട്ടും ഈ ബോണറ്റ് ഡിക്കി മെയിൻ ആയിട്ട് നോക്കേണ്ടത് വെച്ചാൽ ബോണറ്റ് നോക്കിയാൽ മതി. ബോണറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ വണ്ടികൾ നമ്മള് ബോണറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ കമ്പനി പേസ്റ്റിംഗ് ഉണ്ടാവും. ആ പേസ്റ്റിംഗിൽ വ്യത്യാസം വരും. നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ വെഹിക്കിൾസും അറിയുന്നവർക്ക് ചെക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് അറിയാം. നമ്മൾക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ട്രസ്റ്റ് ആണ്. നമ്മൾ മാക്സിമം ഫുള്ള് ചെക്ക് ചെയ്യാം. അതെ, നിങ്ങൾ എന്തായാലും ഇപ്പോ ഒരു അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ എന്താ വെച്ചാല് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അതെ, ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും. പിന്നെ ഇതൊക്കെ ഷോറൂമിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? പക്ഷെ നമ്മൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെഹിക്കിൾ ഇപ്പോ വരികയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആ വെഹിക്കിൾ ഫുൾ ഇൻസ്പെക്ട് ചെയ്ത് ആ വെഹിക്കിളിന്റെ ഇതെടുക്കും, ഹിസ്റ്ററി ഫുൾ ആയിട്ട് എടുക്കും. കമ്പനിയുടെ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുത്ത് എന്നിട്ട് ശേഷം മാത്രമേ നമ്മൾ വെഹിക്കിൾ സെല് ചെയ്യാറുള്ളൂ. ഓക്കെ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാം പൊട്ടിച്ച വിലയിൽ ഇന്നോവയും ക്രിസ്റ്റയും തീപാറുന്ന വാഹനങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം ഫോക്കസ് മോട്ടോഴ്സിലാണ്, പാണ്ടിക്കാട്. എന്തൊക്കെയാണ് ബ്രോ? സുഖല്ലേ? കുറെ ആയില്ലേ? 2-3 മാസമായി. പിന്നെ എല്ലാം പൊട്ടിച്ചു കൊടുക്കല്ലേ? GSTന്റെ അളവ് എന്തായാലും ഇതിലുണ്ടാവും. എല്ലാവർക്കും പൊട്ടിച്ചു കൊടുക്കുക. പിന്നെ വാഹനങ്ങൾ ഒരുപാട് വണ്ടി എടുക്കട്ടെ. എല്ലാവരും വണ്ടി എടുക്കട്ടെ. വലിയ വണ്ടി എടുക്കണമെന്ന് എല്ലാ സാധാരണക്കാർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് പറ്റിയ വാഹനങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ റിച്ച് ടീമിന്റെ വണ്ടികളും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. സാധാരണക്കാർ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. വാഗനർ ഉണ്ട്, ഇഗ്നിസ് ഓട്ടോമാറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ മഹീന്ദ്രന്റെ താർ 4 പീസ് ഉണ്ട്. പിന്നെ Audi Q3 ഇവിടെ 4 പീസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു വീഡിയോയില് ക്രിസ്റ്റയും ഫോർച്യൂണറും കാണിച്ചു കൊടുക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് മഹീന്ദ്രന്റെ താർ 4 പീസ് ഉണ്ടല്ലോ, അതെല്ലാം അടുത്ത വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പ്രീമിയം വണ്ടികൾ BMW, ബെൻസ്, Audi അങ്ങനത്തെ ഒക്കെ വണ്ടികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറുവണ്ടികളുണ്ട് കേട്ടോ. ചെറിയ പൈസക്ക് എവിടുന്നും കിട്ടാത്ത വിലയിൽ ഇവിടുന്ന് ചെറുവണ്ടികൾ കിട്ടും. അത് അടുത്ത വീഡിയോയിലാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോ ബ്രോ, പിന്നെ എങ്ങനെയാണ് 6 മന്ത് ഗ്യാരണ്ടി ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു? നിങ്ങൾ 1 ഇയർ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസർ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ 130 ചെക്കിങ് കഴിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കുള്ളൂ. ഇത്ര കസ്റ്റമർ ഇവിടുന്ന് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ കസ്റ്റമറിന് ഇവിടുന്ന് വണ്ടി ഡെലിവറി ഇവിടുന്ന് ഒരു പണി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സർവീസിന്റെ ആ ടൈമിലില്ല വർക്ക് മാത്രം കസ്റ്റമർക്ക് നോക്കാം. ഓഫർ തന്നെ കൊടുക്കുന്നുണ്ടോ? നമ്മള് വണ്ടി പൊട്ടിച്ചു കൊടുക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വില ഒന്നല്ല, വില ഒരുപാട് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് വില. അപ്പൊ ബ്രോ, നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ലൊക്കേഷൻ പറയുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എന്ന് പറയും. പ്രോപ്പർ സ്ഥലം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിനോട് ചാരിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് വേറൊരു ഷോറൂം കൂടി ഉണ്ട് കേട്ടോ. അതായത് കൊല്ലത്ത് ഇവര് ഒരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കൊല്ലം ആ ഭാഗത്ത് അടുത്തുള്ള ഭാഗത്ത് ആരും കാണുന്നുണ്ടെങ്കിൽ അവിടെ പോയിക്കോളി. ഇതേപോലെ തന്നെയുള്ള വാഹനങ്ങളാണ് അവിടെ ഉള്ളത്. എന്നാലും നമുക്ക് ഓരോ വണ്ടി കാണിച്ചു കൊടുക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ആദ്യമായിട്ട് ഒരു ചെറിയ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു ഫോർച്യൂണർ ആണ്. 4x4 ആണ് വരുന്നത്. ഓസോ, ഇത് മോഡൽ എത്ര വരുന്നത്? 2011 ആണ് അല്ലെ? ഓക്കെ, നമ്പർ മാറിയ ഒരു വാഹനമാണ്. 4x4 മാനുവലാണ് വരുന്നത്. ഓക്കെ, 2011 വെറും 2,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇത് 3rd RC വരുന്നുള്ളൂ. പ്രൈസ് ഒക്കെ നിങ്ങൾ പറഞ്ഞ പോലെ 10-ന്റെ താഴേക്ക് നമുക്ക് 10-ന്റെ താഴത്ത് കൊടുക്കല്ല. അത് കറക്റ്റ് പ്രൈസ് ഇപ്പൊ പറയുന്നില്ല, ആവശ്യക്കാർ വിളിച്ചോട്ടെ. പിന്നെ തീർച്ചയായിട്ടും വിളിച്ചോട്ടെ. എന്തായാലും 10-ന്റെ താഴത്ത് ഈ വാഹനം കിട്ടോട്ടോ. ഇത് റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മെയിൻ ക്ലാസ് മാത്രമേ ഉള്ളൂ, വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മിയ കണ്ണ് ചിമ്മിട്ട് എടുക്കാം. അത്രയും നല്ല വണ്ടിയല്ല? തീർച്ചയായും. സർവീസ് കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു വാഹനമല്ല. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീ ആയതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. പക്ഷെ എഞ്ചിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതാണ്, നമ്മളുടെ ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചെക്ക് ചെയ്താണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 10-ന്റെ ഉള്ളിലാണ് വില പറഞ്ഞിട്ടുള്ളത്. ആവശ്യക്കാർ വിളിച്ചു ചോദിച്ചോട്ടോ. ഇവിടെ നമുക്കൊരു 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കാം. ഇതും ചെറിയ ബഡ്ജറ്റിൽ കിട്ടും കേട്ടോ. ഇത് എങ്ങനെയാണ് ബോസ് മോഡൽ വരുന്നത്? ഇത് 2012 മോഡലാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 4x2 ഓട്ടോമാറ്റിക്, 190 ഓട്ടം, കംപ്ലീറ്റ് സർവീസ് റെക്കോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിയാണ്. ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് മാത്രമേ റീപ്ലേസ്മെന്റ് ഉള്ളൂ, വേറെ മേജർ ആക്സിഡന്റോ ഫ്ലഡോ അങ്ങനത്തെ ഒന്നുമില്ല.
നീറ്റ് വെഹിക്കിൾ ഉള്ള വണ്ടിയല്ലേ? ഹിസ്റ്ററി ഉണ്ടാണ്. NOC-ലാണ് വണ്ടി. അതായത് ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷനിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ KL14 കാസർഗോട്ടേക്ക് എവിടത്തേക്ക് ഏത് ജില്ലക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റും. NOC-ലാണ് ഇപ്പൊ നിലവിൽ വണ്ടിയില്ല. ഓക്കെ. പ്രൈസ് വരുന്നത് 1150. 1150. അതെ. ആസ്ക് ചെയ്യുന്ന 1150 വില നെഗോഷ്യബിൾ ആണ് തീർച്ചയായിട്ടും. അല്ല, മാക്സിമം വില പൊടിച്ചു കൊടുക്കൂലേ? പിന്നെന്താ. വീണ്ടും ഇവിടെ ഒരു 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് എത്ര മോഡലാണ് വരുന്നത്? ഇത് 2015 ലാസ്റ്റ് 12 മാസം. 15 മോഡൽ കൂടിയ വണ്ടിയാണ്. ഓക്കെ. ഇതും NOC തന്നെയാണ് ഇത് വരുന്നത്. ആദർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഇപ്പൊ നിലവിൽ NOC-ലാണ് നിൽക്കുന്നത്. ഏത് ജില്ലക്ക് വേണമെങ്കിലും നമ്പർ ആക്കി കൊടുക്കാൻ പറ്റും. അതെ. ഓക്കെ. ഇതിന്റെ സെക്കൻഡ് RC ആണ് വരുന്നത്. രണ്ടാമത്തെ RC ആണ്. 1,70,000 കിലോമീറ്റർ ഓട്ടം വന്നിട്ടുണ്ട്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല വണ്ടിയല്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇവിടെയുള്ള എല്ലാ വണ്ടികൾക്കും വാറണ്ടിക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വെഹിക്കിൾസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാറുള്ളൂ. നമ്മൾ ഇൻസ്പെക്ടർ ചെക്ക് ചെയ്തിട്ട് എടുക്കാറുള്ളൂ. നിങ്ങൾ 6 months to 1 year വരെ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ ഈ പ്രവാസികൾക്കെല്ലാം ഉപകാരപ്പെടും. പിന്നെന്താ, കാരണം വെച്ചാൽ അവർക്ക് നമ്മുടെ നാട്ടിനെ കുറിച്ച് കൂടുതൽ അറിവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണല്ലോ. അപ്പൊ നമ്മൾ അവർക്ക് ട്രസ്റ്റ് കൊടുക്കാൻ. ഇത് എത്ര ആസ്ക്? ഇത് 1380 NOC-ല്. ഓക്കെ. 1380 ചോദിച്ചിട്ടുള്ളത്. 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി. വീണ്ടും ഇവിടെ ഒരു 2 വീൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ബോസ്, ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2012 ആണ്. ഇത് ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ. നമ്പർ ഓൾറെഡി ആയിട്ടുണ്ട്. KL 55 രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. 4x2 ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. വെഹിക്കിൾ നീറ്റ് ആണ്. വേറെ പ്രത്യേകിച്ച് മെക്കാനിക്കൽ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. ഓട്ടം 1.96 ഓട്ടം വരുന്നത്. പ്രൈസ് നമ്മൾ വളരെ കുറച്ച്, നമ്മൾ 1280 ആണ് ഇതിന് നമ്മൾ ഓഫർ പ്രൈസ് ഇപ്പൊ നമ്മൾ ചാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. 1280 നമ്പർ ആയ വണ്ടി കേട്ടോ. നമ്പർ ആയ വണ്ടിയാണ് അല്ലെ? 12 മോഡൽ 1280. ഓക്കെ. 12 മോഡലാണ് വരുന്നത്. അതെ. 4x2 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഒറിജിനൽ കേരള ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് മോഡൽ എങ്ങനെ വരുന്നത്? ഇത് 2019 7 മാസം വരുന്ന വെഹിക്കിൾ ആണിത്. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. സർവീസ് റെക്കോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓട്ടം വരുന്നത് 1,60,000 ഓട്ടം വരുന്നു. ഓക്കെ. അത്രയാണ് ഓട്ടം വരുന്നുള്ളൂ. പിന്നെ ഇതിൽ പാകം ഒന്ന് പറയാനുള്ളത് മെയിൻ ക്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. പിന്നെ ഇതിന്റെ അഡീഷണൽ ആയിട്ട് ഇതിൽ നമുക്ക് ഓൾറെഡി ഇത് G4 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. പക്ഷെ Z-ന്റെ അലോയ്സും ലെതർ സീറ്റ് കവറും മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് മാറ്റി, ഫുൾ ആയിട്ടല്ല. ഓക്കെ. അലോയ്സും സീറ്റ് കവറും ചേഞ്ച് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത്. ഓക്കെ. വീലേക്ക് കൺവേർട്ട് ആവുമല്ലേ? Z-ലേക്ക് ആവൂല. അതെ. ഇത് വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് വരുന്നത് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് ആക്സിഡന്റ് അല്ല, മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. എത്ര ആസ്ക്? ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് 17 ലക്ഷം ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഈ ഒരു വണ്ടി ഇപ്പോ ഓൺ റോഡ് എടുക്കാൻ ഇപ്പൊ ഓട്ടോമാറ്റിക് വരുന്നില്ല, മാനുവൽ ആണ്. നിർത്തുന്ന സമയത്ത് നമുക്ക് ഇത് ഏകദേശം ഇതിന്റെ പ്രൈസ് വരുന്നത് നിയർലി 26 lakhs അടുത്ത്. 26 ലക്ഷം രൂപ വന്നില്ല ഓട്ടോമാറ്റിക്. വീണ്ടും ഒരു ക്രിസ്റ്റ നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2017 NOC-ന്റെ വെഹിക്കിൾ ആണ്. ഓക്കെ. ഇത് നമ്മളൊരു നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മളൊരു എക്സ്ട്രാ ഓഫർ കൊടുക്കാണ്. 10,50,000. 10,50,000 NOC 17 വണ്ടി 10,50,000. മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ വണ്ടി. ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടം 1.90. ജെന്യൂൻ ഓട്ടാണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. സർവീസ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഇത് ഏത് ജില്ലക്ക് വേണേ നമ്പർ ആക്കാം. പിന്നെന്താ, ഏതൊരു വേണേ നമ്മൾ NOC എടുത്ത് കൊടുക്കും തന്നെ. പിന്നെ ഓക്കെ. എത്ര ചോദിച്ചങ്ങള്? 10.50. വെറും 10.50. 10.50. 2017 വണ്ടി. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. G4 ആണ് ഓപ്ഷൻ. G4. വീണ്ടും ഒരു നമ്പറായ വണ്ടി നോക്കാം. ഇതെങ്ങനെയാണ്? ഇത് 2018 ആണ് വരുന്നത്. 1.87 ഓട്ടം വരുന്നുണ്ട്. G4 മാനുവൽ വണ്ടി. ഓക്കെ. ഇത് നമ്മൾ വെറും 14 ലക്ഷം രൂപ കൊടുക്കും. 14.50 കൊടുക്കും അല്ലെ? ഓക്കെ. നിങ്ങൾ ഇവിടെ ചോദിക്കുന്ന വില കുറച്ച് കൊടുക്കൂലേ? നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിനാണ്. കാരണം വെച്ചാൽ നമ്മൾ വാറന്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ലീസ് റേറ്റ് ഇട്ട് നമ്മൾ കൊടുക്കാറ്. പക്ഷെ എന്നാലും സാർ പറഞ്ഞ പോലെ നമുക്ക് നെഗോഷ്യബിൾ പോസിബിൾ ആണ്. വണ്ടി മിയാമിയായിരിക്കും. എല്ലാ വാഹനങ്ങളും മിയാമിയാണ്. പിന്നെ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അത്രയ്ക്ക് പക്ക വണ്ടികളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. അപ്പോ ആവശ്യങ്ങളുണ്ടെങ്കിൽ നോക്കി. വീണ്ടും ഒരു ക്രിസ്റ്റ നമ്പറായ വണ്ടി. ഇതെങ്ങനെയാണ്? ഇത് വരുന്നത് 2017 നമ്പർ ആയതാണ്. ഓക്കെ. G4 മാനുവൽ ആണ് വരുന്നത്. കിലോമീറ്റർ 2,90,000 ഓടിയിട്ടുണ്ട്. അതെ. റീപ്ലേസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വെഹിക്കിളിന് നമ്മൾ കൊടുക്കുന്നത് 13,50,000. 13.50 നമ്പർ ആയ വെഹിക്കിൾ. നമ്പർ ആയ വണ്ടി. 17 നമ്പർ ആയ വെഹിക്കിൾ. ഓക്കെ.
അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. വണ്ടി വേറെ അപാകത ഒന്നുമില്ല. തട്ടുമുട്ട് പേർക്ക് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. സെഡ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതുവരെ കാണിച്ചത് വിയും G4 ആണ്. ഇവിടെ സെഡ് ഓട്ടോമാറ്റിക്. ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാ? NOC-ലുണ്ട് വാഹനമാണ്. ഓക്കെ. മോഡൽ വരുന്നത് 18 മോഡൽ 19 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഓക്കെ. സെക്കൻഡ് RC ആണ് വരുന്നത്. വെറും 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 1,30,000 ജെനുവിൻ കിലോമീറ്റർ തന്നെ. ഓക്കെ. മെയിൻ റീപ്ലേസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. തട്ടുമുട്ട് പരിക്കൊന്നും യാതൊരു കംപ്ലൈന്റ് വണ്ടിയല്ലേ? പിന്നെന്താ, ഓക്കെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 17 രൂപയാണ്. 1750? 17 വെറും 17. ഓക്കെ. മോഡൽ 2018 മോഡൽ 18 സെഡ് ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ്. ഓക്കെ ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2019 ആണ്. 19 മോഡലാണ്. G4 ആണ് ഓപ്ഷൻ വരുന്നത്. 1.29 ഓട്ടം. ജെനുവിൻ ഓട്ടോ ആണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ് മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ അല്ലേ? സെക്കൻഡ് RC-ലാണ് വരുന്നത്. ബോണറ്റ് ഡിക്ക് ഒന്നും റീപ്ലേസ് ഇല്ല. വണ്ടികൾ ചെയ്യലില്ല. അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ മാക്സിമം ഇവിടെ ചെയ്യാറ് ബമ്പർ കാര്യങ്ങൾ അങ്ങനത്തെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ വരുന്ന 95% വെഹിക്കിൾസിനും മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റീപ്ലേസ്മെന്റ് നമ്മൾ എടുക്കുന്നത്. അത് പിന്നെ പ്രേക്ഷകർക്ക് അറിയാം മെയിൻ ഗ്ലാസ് റീപ്ലേസ്. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. തീർച്ചയായിട്ടും. ഈ ബോണറ്റ് ഡിക്കി മെയിൻ ആയിട്ട് നോക്കേണ്ടത് വെച്ചാൽ ബോണറ്റ് നോക്കിയാൽ മതി. ബോണറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ വണ്ടികൾ നമ്മള് ബോണറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ കമ്പനി പേസ്റ്റിംഗ് ഉണ്ടാവും. ആ പേസ്റ്റിംഗിൽ വ്യത്യാസം വരും. നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ വെഹിക്കിൾസും അറിയുന്നവർക്ക് ചെക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് അറിയാം. കാരണം നമ്മളുടെ കസ്റ്റമേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ട്രസ്റ്റ് ആണ്. നമ്മൾ മാക്സിമം ഫുള്ള് ചെക്ക് ചെയ്യാം. അതെ. നിങ്ങൾ എന്തായാലും ഇപ്പോ ഒരു അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ എന്താ വെച്ചാല് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അതെ. ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും. പിന്നെ ഇതൊക്കെ ഷോറൂമിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? പക്ഷെ നമ്മൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെഹിക്കിൾ ഇപ്പോ വരികയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആ വെഹിക്കിൾ ഫുൾ ഇൻസ്പെക്ട് ചെയ്ത് ആ വെഹിക്കിളിന്റെ ഇതെടുക്കും. ഹിസ്റ്ററി ഫുൾ ആയിട്ട് എടുക്കും. കമ്പനിന് ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുത്ത് എന്നിട്ട് ശേഷം മാത്രമേ നമ്മൾ വെഹിക്കിൾ സെല് ചെയ്യാറുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രൈസ് പറഞ്ഞു നോക്കാം. ഇത് നമുക്ക് വരുന്നത് 2019 മോഡല് വരുന്നത് വെറും 16,90,000 രൂപ. ഇവിടെ ഒരു കിണ്ണം പോലത്തെ ഒരു ഫോർച്യൂണർ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 4x4 അല്ലേ? 4x4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ. ഇത് ഏത് ജില്ലക്ക് വേണമെങ്കിൽ നമ്പർ ആക്കാം. അതെ. NOC നമ്മൾ എടുത്തു കൊടുക്കും. NOC നിങ്ങൾ എടുത്തു കൊടുക്കും. അതെ. ഓക്കെ. ഇത് എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ? 2017 മോഡലാണ്. സെക്കൻഡ് RC ആണ് വരുന്നത്. 4x4 ഓട്ടോമാറ്റിക്. 2,00,000 കിലോമീറ്റർ ഓട്ടം. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ. അഡീഷണൽ എന്ത് കിറ്റ് ഉണ്ടോ? അഡീഷണൽ ടയർസും അലോയ്സും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വെറും 19 രൂപക്കാണ് കൊടുക്കുന്നത്. 19 ലക്ഷം രൂപ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. അതെ. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വരട്ടെ. തീർച്ചയായും. ഇവിടെ ഒരു വി ഓപ്ഷനിൽ വരുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റ ആണ്. മാനുവൽ വണ്ടിയാണ്. എങ്ങനെയാണ് മോഡൽ വരുന്നത്? അത് 2018. 2018 സിംഗിൾ RC. ഓക്കെ. വെറും 81,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അതായത് 1,00,000 ഉള്ളിലെ ഓടിയിട്ടുള്ള വണ്ടി. ഹിസ്റ്ററി കാര്യങ്ങളും അവൈലബിലിറ്റിന്റെ വണ്ടിയാണ്. NOC-ലാണ് വണ്ടി ഉള്ളത്. ഓക്കെ. NOC-ലാണ് നിൽക്കുന്നത്. അതെ. ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു വാഹനമല്ല. ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. എത്ര ലാസ്റ്റ്? ഇത് നമ്മള് 16,90. 16,90. വീണ്ടും ഒരു ക്രിസ്റ്റ നമ്പറായ വണ്ടി. ഇതെങ്ങനെയാണ്? ഇത് വരുന്നത് 2017 നമ്പർ ആയതാണ്. ഓക്കെ. G4 മാനുവൽ ആണ് വരുന്നത്. കിലോമീറ്റർ 2,90,000 ഓടിയിട്ടുണ്ട്. അതെ. റീപ്ലേസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വെഹിക്കിളിന് നമ്മൾ കൊടുക്കുന്നത് 13,50,000. 13,50,000 നമ്പർ ആയ വെഹിക്കിളിന്. നമ്പർ ആയ വണ്ടി. 17 നമ്പർ ആയ വെഹിക്കിൾ. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. വണ്ടി വേറെ അപാകത ഒന്നുമില്ല. ഒന്നുമില്ല. തട്ടുമുട്ട് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി.